Hi dears, Assalamu alaikum, welcome back. ഇന്ന് ഞാനിവിടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കാണിക്കുന്നത്. 1/2 കിലോ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഡിസൈൻ ആട്ടോ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, എല്ലാവർക്കും ചെയ്യാം. നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നോസിലൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു ട്രഫിൾ കേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡിൽ എങ്ങനെയാണ് ട്രഫിൾ കേക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1/2 kg ചോക്ലേറ്റ് കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. അത് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ബീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുമുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ചോക്ലേറ്റ് ഗനാഷ ചേർത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ട്രഫിൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രീം ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതി വിപ്പിംഗ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുമ്പോൾ ഈ ക്രീം മറ്റേ നമ്മൾ സാധാരണ വിപ്പ് ചെയ്യുന്ന ക്രീമില്ലാറ് ഒന്നുകൂടെ സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. ചോക്ലേറ്റ് ചേർത്തിട്ടുള്ള ഈ ഒരു ക്രീം അങ്ങനെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്യുക കേട്ടോ. ബാക്കി സ്ഥലത്തൊക്കെ ലെവൽ ചെയ്തെടുക്കാണ്ടെങ്കിൽ അതൊക്കെ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ ഇതിന് മുന്നേ വേറൊരു ബ്ലാക്ക് ഫോറസ്റ്റിന് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഐസിങ് ടൂൾസ് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് സ്റ്റീൽ പാത്രത്തിൽ ബേക്ക് ചെയ്തിട്ടുള്ള. അത് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതും കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഈ ഒരു സെക്കൻഡ് ലെയറും വെച്ചിട്ട് സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് മെൽട്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കണ്ടൻസ് മിൽക്ക് കൂടെ വരുമ്പോൾ. എന്നിട്ട് അതിൻ്റെ മേലെയും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ലെവലാക്കിയിട്ട് അടുത്ത ലെയർ വെക്കുക. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ലെവലാക്കി എടുക്കാം. ഇനി അതിൻ്റെ മേലെയായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം 3ാമത്തെ ലെയർ വെക്കുക. അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ എത്ര ലെയറാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാനിത് 6 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ട്, ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പം ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ശരിക്കുള്ള ഫിനിഷിങ് ചെയ്യുന്നത്. അപ്പോൾ ക്രം കോട്ടിങ് ഒന്ന് ശരിക്കൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഫ്രീസറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഫ്രീസറിൽ വെച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഒന്ന് ശരിക്കുള്ള ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഐസിങ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐസിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് നമുക്ക് കഴിയുന്ന രീതിയിൽ ഐസിങ് ചെയ്തെടുക്കാം. സൈഡ് പോർഷനൊക്കെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലെവലാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ക്ലീൻ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് ലെവലാക്കി എടുക്കുക. മേൽഭാഗം പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടും ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി.
കേക്ക് ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റ് ഗനാഷ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ടേണിംഗ് ടേബിൾ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് വലിയ കേക്കാണെന്നുള്ള 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എന്ന രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഒന്നങ്ങോട്ട് ചൂടാറിയ ശേഷമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ട് ചൂടാറിയ ശേഷമാട്ടോ ഞാൻ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുള്ളൂ. നല്ല ചൂടിൽ ഇത് ഒഴിക്കരുത്, അപ്പോൾ നമ്മുടെ ക്രീം ലൂസായിട്ട് പോവും. അങ്ങനെ ചുറ്റും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മേൽഭാഗത്തേക്ക് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് ഇത്രയും ചൂടിലല്ല, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചൂടാറിയ ശേഷമാണ് ഒഴിക്കുന്നത്. ഞാനൊരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായാലും സൈഡിലൂടെയൊക്കെ പോകും. അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ടേണിംഗ് ടേബിൾ റൗണ്ട് ചെയ്താൽ നമുക്കൊരു ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈന് കിട്ടും. ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈനാണ്, സിമ്പിൾ ഡിസൈനാണ്, കാണാനും ഭംഗിയാണ്. അതുപോലെ നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് 3 ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല റെഡ് കളർ ചെറി കൂടെ ഇതിലേക്ക് വരുമ്പോൾ കാണാൻ നല്ല മൊഞ്ചായിരിക്കും അല്ലേ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രഫിൾ കേക്ക് ഡിസൈനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറെയുള്ളവരിലേക്ക് ഈ ഒരു ഡിസൈൻ ഷെയർ ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. Thank you.